വേണം നമുക്കുമൊരു സിലിക്കൺ വാലി എന്ന പ്രമേയത്തിൽ ടാൽറോപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലും ഒരുക്കുന്ന എഡ്യൂടെക് കോൺക്ലേവുകളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാതല എഡ്യൂടെക് കോൺക്ലേവ് സംഘടിപ്പിച്ചു. ടെക്നോളജി, വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം എന്നിവയിലൂന്നി കേരളത്തിലെ ക്യാമ്പസുകളിലെ കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ രൂപം കൊണ്ട സിലിക്കൺ വാലി മോഡലിൽ അപ്ഗ്രേഡ് ചെയ്തതിനുള്ള ടാൽറോപ്പിന്റെ ആശയത്തിന് മികച്ച പിന്തുണയാണ് ക്യാമ്പസ് മാനേജ്മെന്റ് പ്രതിനിധികളും അക്കാദമിക് പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത കോൺക്ലേവ് നൽകിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്സിന്റെയും കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും പരിവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് എം ആരിഫ് MP പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുറിച്ച് തന്നെ സമീപകാലത്ത് ഉയർന്നു വന്ന ആശങ്കകളെ പങ്കുവെച്ചുകൊണ്ട് അത് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ സമീപകാലത്ത് കൂടിയിരുന്ന് പറഞ്ഞു. ഏറ്റവും വലിയ നേട്ടമാണ്. ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് നമ്മുടെ നാടിനെ പാകപ്പെടുത്തിയെടുക്കുന്നതിന് ഇത്തരം കോൺക്ലേവുകൾ അനിവാര്യമാണെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. അതിവേഗതയിൽ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലും എങ്ങനെ പ്രയോജനകരമാക്കാൻ കഴിയും, ഇനിയും നമ്മളേറെ മുന്നോട്ട് പോകാൻ വളരെയധികം ഗുണകരമാകുന്നതാണ് ഈ കോൺക്ലേവ് എന്നുള്ളത് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും വിശദമായ സംവാദങ്ങൾക്കും തുടർ ചർച്ചകൾക്കും വിധേയമാക്കി പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന പ്രോബ്ലം സെഗ്മെന്റിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളുടെയും കോളേജുകളുടെയും അക്കാദമിക് പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും ആശങ്കകളും അഭിപ്രായങ്ങളും പങ്കുവച്ചു. ടാൽറോപ്പ് ഡയറക്ടർ CMO അജീഷ് സതീശൻ സ്വാഗതം ആശംസിച്ച കോൺക്ലേവിൽ പിന്നീട് നടന്ന കേരളത്തിന് പുതിയൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസ മാതൃക പരിചയപ്പെടുത്തുന്ന പാനൽ ഡിസ്കഷനിൽ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ ഹിൻസ്റ്റൺ സേവ്യർ മോഡറേറ്ററായി. ക്യാമ്പസുകൾ ഇൻഡസ്ട്രിയെ അറിഞ്ഞു മുന്നേറേണ്ട കാലം അതിക്രമിച്ചുവെന്ന് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ പറഞ്ഞു. എക്സ്പോഷർ കുറവാകുന്നത് എന്തുകൊണ്ടാണ്? ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ ക്യാമ്പസുകൾ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ക്യാമ്പസുകൾ ഇൻഡസ്ട്രി അറിയണമെന്നെങ്കിൽ എന്ത് ചെയ്യണം? ക്യാമ്പസുകളിലേക്ക് ഇൻഡസ്ട്രി വരണം. ടെക്നോളജി ഡ്രിവൺ വേൾഡിലേക്ക് വിദ്യാർത്ഥി സമൂഹം സജ്ജമാകേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ കോൺക്ലേവ് പ്രതിനിധികളുമായി സംവദിച്ചു. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ നിന്നും ഫേസ്ബുക്കും ആമസോണും ആപ്പിളും ഡെവലപ്പ് ചെയ്യപ്പെടാനുണ്ടായ കാരണം ഏതൊരു ഇമാജിനേഷനെയും സ്വീകരിക്കാൻ പാകമായൊരു ഇക്കോസിസ്റ്റം അവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണെന്ന് ടാൽറോപ്പ് co-founder and CEO സഫീർ നജ്മുദ്ദീൻ പറഞ്ഞു. ഇത്തരത്തിലൊരു ഇക്കോസിസ്റ്റം നമ്മുടെ ക്യാമ്പസുകളിലും നിലവിൽ വരുമ്പോൾ ഇവിടെയും ഫേസ്ബുക്കും ആമസോണും ആപ്പിളും പോലുള്ള ആഗോള കമ്പനികൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. ലിറ്ററസി കൊണ്ടുവന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് നമുക്കുള്ളത്. അത് പരിഹരിക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മാത്രമേ കഴിയൂ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അല്ലാണ്ട് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് പരിഹരിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. നമ്മളൊരു കുട്ടി ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ നമ്മൾ ആവശ്യപ്പെടുന്ന സംവിധാനം എന്താണ്? സൊസൈറ്റി ആവശ്യപ്പെടുന്ന ആ കുട്ടിയോട് ജോബ് ആയില്ലേ എന്ന് ചോദിക്കും. ഒറ്റ ചോദ്യമാണ്, ഒരു സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ജോബ് ആയില്ലേ മക്കളെ എന്ന് ചോദിക്കും. ഡിഗ്രി കഴിഞ്ഞാൽ ജോബ് കിട്ടണം എന്നുള്ളത് ഈ സൊസൈറ്റിയുടെ നീഡാണ്. അതൊരു പ്രഷറാണ്. സ്വാഭാവികമായിട്ട് ഈ കുട്ടി നമ്മളോട് തിരിച്ചു ചോദിച്ചാലോ, നിങ്ങൾ എന്നെ 10ാം ക്ലാസ്സിൽ എന്ത് ജോബിനാണ് പഠിപ്പിച്ചത്? നിങ്ങൾ എന്ത് ജോബിനാണ് എന്നെ +2 പഠിപ്പിച്ചത്? നിങ്ങൾ എന്ത് ജോബിനാണ് എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ചത്? നിങ്ങൾ എന്നെ ഒരു ജോബിനും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഡിഗ്രി കഴിയുമ്പോൾ എനിക്ക് എവിടെ നിന്നാണ് ജോബ് കിട്ടുക? അപ്പൊ എഡ്യൂക്കേഷൻ ജോബിന് വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനമേ അല്ല, അല്ലെങ്കിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ജോബ് നിർബന്ധമായി കിട്ടിയിരിക്കണം. ഒരു റിസൾട്ട് എന്തായിരിക്കണം? ജോബ് ആയിരിക്കണം. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ അന്നമ്മ ജോർജ്, കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി K മോനി എന്നിവരും ചർച്ചയുടെ ഭാഗമായി. ടാൽറോപ്പ് ക്യാമ്പസുകൾക്ക് വേണ്ടി ഒരുക്കിയ സ്കൂളുകളെ ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് സജ്ജരാക്കുന്ന ടെക്കറ്റ് സ്കൂൾ, ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ തൊഴിൽ ഉറപ്പ് നൽകുന്ന ജോബ് ഷുവർ ക്യാമ്പസ്, ടെക്നോളജി ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഹബ് ഒരുക്കി അനവധി ഇൻഡസ്ട്രികളെ ക്യാമ്പസിലെത്തിക്കുന്ന ടെക്കി സ്പാർക്ക് എന്നീ പ്രൊജക്ടുകളുടെ പ്രസന്റേഷനും നടന്നു. റിപ്പോർട്ടർ ആലപ്പുഴ.